ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ടൗണിലാണ് കേട്ടോ. ടൗൺ റെയിൽവേ സ്റ്റേഷന് വളരെ നിയറസ്റ്റ് ആയിട്ട്. നമ്മളോട് പലരും ചോദിക്കുകയാണ് ടൗണിനകത്ത് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വീട് കിട്ടുമെന്ന്. അതിന് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. എല്ലാ വണ്ടികളും കാറും കാര്യമൊക്കെ വരാൻ പറ്റുന്ന സൗകര്യമുണ്ട്, കാർ നിർത്താനുള്ള സൗകര്യമുണ്ട്. 2.5 സെൻറ്റ് സ്ഥലമുള്ളൂ, 800 സ്ക്വയർ ഫീറ്റ് വീട്. ടൗണിൻ്റെ ഹൃദയ ഭാഗത്ത് തന്നെ ഉണ്ട്. വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കിയാൽ നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട്, അതുപോലെ തന്നെ ഒരു മലമ്പുഴ കണക്ഷനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കിണർ നമുക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് താത്തുകയാണെങ്കിൽ ഇവിടെ വലിയൊരു കാർ കൂടി കയറ്റി നിർത്താനുള്ള സൗകര്യം വേറെ ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂം ഉണ്ട്, ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ്, ഒരെണ്ണം കോമൺ ആണ്. സൈഡിൽ കൂടെ ഈ ഒരു വഴിയുള്ളൂ, ഒരാൾക്ക് നടന്നു പോകാനുള്ള ആ ഒരു രീതിയിലുള്ള വഴി തന്നെ ഉള്ളൂ. ടൗണിൻ്റെ ഏരിയ ആണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസ് തന്നെ ഉള്ളത്. പക്ഷേ 2.5 സെൻറ്റിനകത്ത് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനുള്ള മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ്, ക്യൂട്ടായിട്ടുള്ളൊരു വീട് ആണല്ലേ. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്, ഡ്രൈനേജ് സിസ്റ്റം എല്ലാ കാര്യങ്ങളും പക്ക ഫിറ്റഡ് ആണ്. ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനുള്ള അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട് വെളിയിൽ. ഇവിടെയൊക്കെ അത്യാവശ്യം ആ സൈഡിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ ആയിട്ട്. നമുക്ക് ഇവിടെയും തുണിയൊക്കെ കായിടാനുള്ള സ്ഥലമുണ്ട്. ഒരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. കണ്ടല്ലോ, ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു സിറ്റ് ഔട്ട് ഏരിയ പോലെ നമുക്കിവിടെ യൂസ് ചെയ്യുകയും ചെയ്യാം. അവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 8 വർഷത്തിനടുത്ത് പഴക്കമാണ്, പക്ഷേ വീട് കണ്ടാൽ അങ്ങനെ തോന്നുകയല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ആയിട്ടുള്ള വെച്ചിട്ടുള്ള വീടാണ്. കയറുമ്പോൾ തന്നെ തേക്കിന് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഡോറ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ കിട്ടും. കണ്ടല്ലേ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ കം ഡൈനിങ് സ്പേസ് ആണിത്. ഉള്ളിലൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഇവിടെ അടുത്ത് തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, ഈ ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂം. ഒരു ചെറിയ ഫാമിലിക്ക് ടൗണിൻ്റെ പരിസരത്തൊരു വീട് പ്രതീക്ഷിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ സ്റ്റെയർ റൂമാണ്. ഇവിടെ തന്നെ ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അവിടെ വാഷ് ബേസിന് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കാണുന്നത് അടുത്തൊരു ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അത്യാവശ്യം ബെഡ് ഇട്ടിട്ടുണ്ട്, അതുപോലെ അലമാര വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഷെൽഫ് വേറെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ലൊരു വാഷ്റൂം തന്നെയാണ്. അല്ലേ, അതാ പറഞ്ഞത്, ഒരു 2.5 സെൻറ്റിനകത്ത് ഇത്രയും സൗകര്യങ്ങളോട് കൊടുത്തിരിക്കുന്ന നല്ലൊരു വീട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ മേലേക്ക് വേണമെങ്കിലും ഇതേപോലെ ഇതിലും കൂടുതൽ സൗകര്യത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ല, ഇവിടുന്ന് സ്റ്റെയർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്നോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്കിവിടെ കിച്ചൺ വരുന്നത്. ഈ വീട് ഫേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ. വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. അല്ല, ഷെൽഫും കാര്യങ്ങളും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്, വിറകടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതാണ് ഈ 2.5 സെൻറ്റിനകത്ത് വർക്ക് ഏരിയ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ടോട്ടൽ വീട്ടിൻ്റെ പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് വെളിയിൽ ഇറങ്ങി തന്നെ ഇവിടെ ഷീറ്റൊക്കെ ഇറക്കിയോണ്ട് നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെളിയിൽ അതാണ് വാഷ് മെഷീനൊക്കെ വെളിയിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, സോ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഇതിന് നമുക്കിനി മേലെ സൈഡിൽ ഫ്ലോറിൽ പോയി നോക്കാം. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ സ്റ്റെയർ റൂം മാത്രമാണ് ഉള്ളിലൂടെ കൊടുത്തിരിക്കുന്നത്, വേറെ മേലേക്ക് എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് നേരെ സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അവർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവർ തെയ്യലിനുള്ള മെഷീനൊക്കെ ഈ ഒരു ഭാഗത്താണ് സ്പേസ് വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ലാൻഡിങ്ങിൽ അവർ തെയ്യലിനുള്ള മെഷീനൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് 2 ബെഡ്റൂമും ഒരു ഹാളും കാര്യങ്ങളും കിച്ചണൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ എടുക്കാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു സ്റ്റെയർ കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ റെൻ്റ് ഔട്ടും ചെയ്യാം. ഈ ഒരു പാരപ്പറ്റ് കൊടുത്തിരിക്കുന്ന മേലേക്ക് എടുക്കാവുന്ന രീതിയിൽ ആ ഒരു വാളിൻ്റെ തിക്നെസ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ പാരപ്പറ്റ് സാധാരണ ഒരു ഇഷ്ടിക വെച്ചിട്ട് കൊടുക്കുക, ഇവിടെ വാളിൻ്റെ അതേ തിക്നെസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റുവട്ടം ഇഷ്ടം പോലെ വീടുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 35 ലക്ഷം രൂപ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ല മുരിങ്ങമരമൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത് തന്നെ. അതിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുമായിരിക്കും. വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. 35 lakhs ആണ് അവർ പ്രതീക്ഷിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും. ഇത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുമ്പോൾ 500 മീറ്റർ പോലും ഇല്ല. അതുപോലെ തന്നെ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കിയാലും 500 മീറ്ററിൽ കുറച്ച് കൂടുതലേ ഉണ്ടാവുള്ളൂ. വിക്ടോറിയ കോളേജ് ഒരു 1.5 കിലോമീറ്റർ. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് നോക്കണമെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ. ഒലോക്കോട് ജംഗ്ഷനിലേക്ക് നോക്കണമെങ്കിൽ 4 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിക്കുള്ളൂ.
അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു.